ഷിനോയുടെ വാത്സല്യ പിതാവ് അമ്പിച്ചായ ചില വാക്കുകൾ. തിരുനാമം നോക്കപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ കുടുംബജീവിതം എനിക്ക് നേരിടുന്നു. അതിൻ്റെ പിന്നിൽ എൻ്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ബാല്യകാലം മുതൽ മൊത്തമാ വിശ്വാസത്തിൽ എൻ്റെ മാതാവ് വളർത്തിയെടുത്തു, പഠിപ്പിച്ചു. അതിനുശേഷം ബോംബെയിലേക്ക് കടന്നു വരികയും വിശ്വാസ ജീവിതത്തിലേക്ക് ഞങ്ങൾ മാറുകയുമാണ് ഉണ്ടായത്. ഈ രണ്ട് കുഞ്ഞുങ്ങളും ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു വ്യത്യസ്തത ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആഗ്രഹിച്ചതൊക്കെയും എൻ്റെ ദൈവം എനിക്ക് തന്നു. പ്രത്യേക ബോംബെ പട്ടണത്തിൽ വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പും ഈ കുഞ്ഞുങ്ങൾ രണ്ടും ജനിച്ചതിന് ശേഷം ഷാനെ ഒരിക്കൽ ഒരടി കൊടുത്തിട്ടുണ്ട്, ഷീനെ ഒരിക്കൽ ഒരടി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാനിവരെ നോക്കിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവരെന്നെയും നോക്കിച്ചിട്ടില്ല. യാതൊരു സത്യം വിട്ട മാർഗത്തിലൂടെയും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും സഞ്ചരിച്ചിട്ടില്ല. ദൈവകൃപയിൽ വളർന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ലഭിച്ചതിൽ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഷാൻ എന്നും ഷീൻ എന്നും പേരുള്ള വേറെ വ്യക്തികൾ കേരളത്തിലോ ബോംബെയിലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വ്യത്യസ്തത അവരുടെ പേരിലുണ്ടായിരുന്നു. ഷാന് സുമയെന്നും ഷീന് ഷെറിൻ എന്നും ദൈവം അവരെയും കൂട്ടിച്ചേർത്തു. അക്ഷരത്തിന്റെ വടിവുകളോടുകൂടി ആത്മീയ അനുഗ്രഹത്തിന്റെ കുടുംബജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ 20 വർഷമായി ഞാൻ സഭയുടെ സെക്രട്ടറിയാണ്. അന്ന് മുതൽ ഇതുവരെയും പല ഇതുപോലുള്ള സംസ്കാരത്തിനും പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്, വാക്കുകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് 813 ദിവസം മാത്രം ദാനമായി തന്ന ഈ പൈതലിനെ മുന്നിൽ വെച്ചുകൊണ്ട് അനുശോചനം പറയുമ്പോൾ ഹൃദയം തകരുകയാണ്. എൻ്റെ വീട്ടിൽ അനിയത്തിയുടെ മക്കളില്ല, സഹോദരന്റെ മക്കളില്ല, മരുമക്കളില്ല. എൻ്റെ വീട്ടിൽ കടന്നു വരുന്നവർക്കേയും എൻ്റെ മക്കളാണ്. ഞങ്ങൾ ആരോടും എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും പറയുകയില്ല ഇതെൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോളാണ്, അല്ലെങ്കിൽ എൻ്റെ പപ്പായുടെ ജ്യേഷ്ഠൻ്റെ മോളാണെന്ന് ഒരിക്കലും പറയുകയില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആര് കിടന്നു വന്നാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. പ്രിയ പൈതലിനെ 813 ദിവസം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് വലിയ നീണ്ട യുഗങ്ങളുടെ ബന്ധം പ്രിയ പൈതൽ സമ്മാനിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ പക്വതയാർന്ന ഒരു പദവിയിലേക്ക് പൈതലെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മകന് നല്ല കൈത്താങ്ങലായി തിരുനാമമഹത്വത്തിന് വേണ്ടി വേദനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അനുഗ്രഹത്തോടെ അവർ കടന്നുപോയ സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം അവരുടെ വേല പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ബോംബെ പട്ടണം എന്നെ പല പ്രാവശ്യം തളർത്തുകയും വളർത്തുകയും ചെയ്തപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെ നിലനിർത്തിയത് ദൈവത്തിന്റെ കരങ്ങൾ മാത്രവും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ ഹല്ലേലൂയ പിന്തുണയുമാണ്. ഈ വാർത്ത കേട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാൻ വീണുപോയി. ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തി ഉണ്ടായില്ല. 24 മണിക്കൂറോളം അതുപോലെ കിടന്നു. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും കർത്താവിന്റെ ദാസന്മാരൊക്കെ കടന്നു വന്ന് ആശ്വസിപ്പിച്ചുവെങ്കിലും ദൈവത്തിന്റെ വചനം എന്നെ വിളിച്ച് ബലപ്പെടുത്തി. മാർത്തയും മറിയയും കരഞ്ഞതുപോലെ അലമുറയിട്ട് കരയുന്നതിൽ അർത്ഥമില്ല. മനുഷ്യനായ യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് കരഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അല്പസമയത്തിന് ശേഷം വ്യതിചലിച്ചു. ദൈവിക ശക്തി വീണ്ടെടുത്ത് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ ആ അത്യന്ത ശക്തിയാൽ പ്രിയ ഷിനോയെയും പ്രിയ മാതാവ് അതീവ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ് അല്ലെ സഹോദരി, ഞങ്ങൾ കുടുംബാംഗങ്ങൾ, മറ്റുള്ളവർ, സഭ, ദേവദാസന്മാർ എല്ലാവരെയും ഹല്ലേലൂയ വീണ്ടും വരുന്ന ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയ മകളെ കാണാം. ഹല്ലേലൂയ എൻ്റെ പൊന്നുമകളെ, നിനക്ക്
പപ്പായുടെ യാത്രാമംഗളങ്ങൾ അറിയിക്കട്ടെ. നീ കടന്നുപോയി ഞങ്ങൾ കടന്നു വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. നീ കാത്തിരിക്കുക. ഹല്ലേലൂയ കാഹളം ധ്വനിക്കുമ്പോൾ, ഭൂമി പിളരുമ്പോൾ, പാറകൾ പിളർക്കുമ്പോൾ, കല്ലറ തുറക്കപ്പെടുമ്പോൾ മകളെ ഞങ്ങൾ നിത്യത്തിലെത്തും. നമുക്ക് വീണ്ടും കണ്ട് സന്തോഷിക്കാം. കടന്നു വന്ന എല്ലാവർക്കും തിരുനാമത്തിൽ ഹല്ലേലൂയ നന്ദി അറിയിക്കട്ടെ. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. Now Pastor Shinoy C. Matthew. Pastor Shinoy. കർത്താവിന്റെ ഒരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാശ ഭക്തന്മാർ പാടി മുമ്പേ പോയിരുന്നവർ ഭാഗ്യം നൽകി. അഭാഗ്യനമായ പദവിക്ക് എന്റെ വാത്സല്യ പൈതലിനെ ദൈവം മുന്നമേ നിശ്ചയിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തിച്ചു. എന്റെ വാക്കുകൾക്ക് അടുക്കും ചിട്ടയും വരുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പറയട്ടെ, എല്ലാം കൊണ്ടും അനുഗ്രഹത്തിന്റെ ഒരു കുടുംബജീവിതം കഴിഞ്ഞ 27 മാസവും 22 ദിവസവും പലപ്പോഴും ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയായിരിക്കുന്നത് പോലെ എൻ്റെ കൈക്ക് മാത്രം പിടിച്ചു. ചർച്ചിലയുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പം എൻ്റെ വാക്കുകൾക്ക് കൂടുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ പറയുന്ന വാക്കുകളൊക്കെ എടുത്ത് പറയാറുണ്ട്. പലപ്പോഴും വിസിറ്റിങ്ങിന് എവിടെ പോകണമെന്ന് എന്നോടാണ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്, വണ്ടിയെ കയറിയിരിക്കുമ്പോഴേ. ചില ദിവസങ്ങളിൽ രാത്രി ഞങ്ങൾ നോക്കുമ്പോൾ താഴെ കാർപ്പറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. 50 വയസ്സിന്റെ പക്വതയോടെ ശുശ്രൂഷയിൽ എനിക്ക് കൈത്താങ്ങൽ ഒക്കെ തന്ന എൻ്റെ പ്രിയ പൈതൽ മമ്മിയും കയറി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ശുശ്രൂഷ ജീവിതം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2 വർഷക്കാലം എന്തു പറഞ്ഞാലും ഒരു വർഷമൊക്കെ എന്നോടുള്ള ജീവിതം കഴിഞ്ഞപ്പോൾ മമ്മിയോട് ഇങ്ങനെ പറയും, മമ്മി അന്നത്തെ കാര്യം മാത്രമേ ചിന്തിക്കാവൂ. കർത്താവ് എപ്പോഴാ വരുന്നെന്ന് അറിയത്തില്ല. അപ്പോൾ പോകാൻ ഒരുക്കമുള്ളവളായിരിക്കും. തന്റെ ജീവിതത്തിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് അനുചിതമെന്ന് തോന്നുന്നു. 19ാമത്തെ വയസ്സിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരിയായി വിദേശ രാജ്യത്ത് പോയി ഉന്നതമായ ശമ്പളം കരത്തിൽ മേടിച്ച യുവാൻസിൽ ഇന്നുവരെ അറിയത്തില്ല തന്റെ ജീവിതത്തിൽ എത്ര ശമ്പളം കിട്ടുമെന്ന്. വിവാഹത്തിന് മുന്നേ പാൽസിന്റെ മമ്മി, വിവാഹശേഷം ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല, ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. സ്വർഗത്തിലെ ദൈവം നടത്തുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഈ രാത്രി നാഥാ നീ വരുന്നുവെങ്കിൽ എടുക്കപ്പെടണം, ഇല്ല ഞങ്ങളുടെ മരണമാകുന്നുവെങ്കിൽ നിത്യത്തെ എടുത്തുകൊള്ളണമേ, ഇല്ല നീ ആയുസ് തന്നെങ്കിൽ പ്രത്യാശയോടെ സ്വർഗീയ ദർശനങ്ങൾ കണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്ത് ഞങ്ങൾ കിടക്കുവാൻ പോയി. 2 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നു, ചിരിന്തോ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇച്ചിരി എണ്ണ വേണം. സംടൈംസ് ഷീ സപ്ലൈങ് ദാറ്റ്. ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി, വേണ്ട ഞാൻ പോയി എടുത്തോളാമെന്ന് പറഞ്ഞു. എടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്ക് നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ കുളിച്ചിട്ട് വന്നു ഭംഗിയായി ഇവിടെ നിൽക്കുകയാണ്. മുടിയൊക്കെ ചീകരെടുക്ക വന്ന് കിടന്ന് സന്തോഷത്തോടെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. രാവിലെ 6 മണിയായപ്പോൾ പല പ്രാവശ്യം അമ്മി ഞാനും വേറിനും കൂടെ ചെന്ന് പ്രാർത്ഥിച്ചു. 6 o'clock മമ്മി അടുത്ത് പറഞ്ഞു, ഒരു മോളെ നിന്റെ ആത്തരം കൊണ്ട് പ്രാർത്ഥന യേശു സൗഖ്യമാകും.
യേശു സൗഖ്യമാകും, യേശുപ്പച്ച 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങിയതാ. പിന്നെ സംഭവിച്ചതൊന്നും അവക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സംതിങ് ഹാപ്പൻഡ്. അവരെന്നോട് അവിടെ വെച്ച് പറഞ്ഞു, there's 1% chance. മരണടുത്ത് ഇങ്ങനെ പറഞ്ഞു, we still believe in God and we trust in God. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. Okay, it is good എന്ന് പറഞ്ഞവര് പറഞ്ഞു 3 hours 10 prayer. ഐസിയു എന്നപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ BP നോർമലായി വരുവാനിടയായി. പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 1 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, she is dying. ഞാൻ അടുത്ത് ചെന്ന് ഇവിടെ കരങ്ങളിൽ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, വേല തികഞ്ഞുവെങ്കിൽ നിനക്ക് പൂർണ്ണമായ ഉറപ്പും സാക്ഷ്യവും അവളെ കൊണ്ടുള്ളത് കൊണ്ട് നിന്റെ രാജ്യത്തിലേക്ക് വരുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഇല്ല, വേല തികഞ്ഞില്ലെങ്കിൽ തിരിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും സുബോധത്തോടും എന്നെ തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവളാണെങ്കിൽ ഇത് ഞാൻ സന്തോഷത്തോടെ ഏൽപ്പിച്ചത് സ്വർഗ്ഗമേന്ന് വിളിച്ചു പറയുകയും തന്റെ ജീവൻ തന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയുമാണ് ചെയ്തത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഭാരപ്പെട്ടു. ചില നാളുകൾക്ക് മുന്നേ എൻ്റെ വാത്സല്യ സഹോദരൻ ഒത്തിരി ജീവിതത്തിന്റെ പ്രതിസന്ധികൾ താൻ വിദേശത്ത് സംഭവിച്ചതിന് ശേഷം ചർച്ച വന്നു മനസ്സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ട്രിപ്പീസ് കളിക്കാര് പല ട്രിപ്പീസുകൾ മാറി ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബലമെന്ന് പറയുന്നതിനടിയിൽ ഒരു നെറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ നിൽക്കുവാൻ എനിക്ക് കൃപ തന്നത് ആയിരക്കണക്കിന് ദൈവമക്കളുടെ പ്രാർത്ഥനയാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ഞാൻ വാഴ്ത്തുകയും ചെയ്യും. എനിക്കെല്ലാമായിരുന്നു. ലോകത്തിലുള്ള സകല ബന്ധങ്ങളേക്കാൾ ആഴമായ ബന്ധമാണ് വിവാഹ ജീവിതത്തിലെ ബന്ധമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അത് വളരെ സന്തോഷത്തോടെ തികച്ചു താൻ കർത്തൃസന്നിധിയിൽ പോയി. എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്. ക്ഷീണിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിച്ചത്, നീ പ്രസംഗിച്ച വചനം ജീവനുള്ളതാണ്, നീ പ്രസംഗിച്ച വചനം ശക്തിയുള്ളതാണ്, നീ പ്രസംഗിക്കേണ്ട വചനം ഉയർപ്പിക്കുന്ന വചനമാണ്. അങ്ങനെയാണെങ്കിൽ ഉയർപ്പിന്റെ വചനത്താൽ അന്യകാലനാദത്തിന്റെ വാത്സല്യ പൈതൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഏറിയ പ്രത്യാശയുണ്ട്. ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന വേദികളിൽ ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് സാക്ഷ്യത്തോടെ പറയാൻ പറ്റും, ഇവരെല്ലാവരും ഏറ്റെടുത്തതിനേക്കാൾ വചനം ഏറ്റെടുത്ത് അത് വെച്ച് പ്രാർത്ഥിച്ച ഒരു പൈതലിനെയാണ് സ്വർഗത്തിൽ എനിക്ക് തന്നിട്ടുള്ളത്. നിത്യതയെ കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇല്ലായിരുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആകയാൽ വാത്സല്യ ദൈവജനമേ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വളരെ നന്ദിയുള്ളത്. മമ്മി മെറിൻ, കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ച ലോകപ്രകാരം മാത്രം, നിത്യതയിൽ മുന്നമേ പോയി വിസ്തരിച്ചു. ഈ 3 ദിവസക്കാലം ഞാൻ പല ആവർത്തി ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നതിന് മുന്നേ എനിക്കൊരു ഉറപ്പ് തരണം. ഇവർ നിത്യതയിലുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ 10 വയസ്സുള്ളൊരു വാത്സല്യ പൈതൽ കണ്ടൊരു ദിവ്യ ദർശനം, യേശുവിനോട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദർശനം ഇന്നലെ വാത്സല്യ സഹോദരനോട് വന്ന് പറഞ്ഞു. വിത്ത് അഷ്വറൻസ്, ഈ വാത്സല്യ ദൈവദാസന്മാരും ദൈവമക്കളും ചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത് അനേക ജീവിതങ്ങളെ ഈ മലയാള ക്രിസ്ത്യൻ സെമിട്രിയിൽ ഈ പ്രത്യാശയോടെ അടക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് മേഘം കർത്താവിനെ മറച്ചു, ആ മേഘം യേശുവിനെ വെളിപ്പെടുത്തുന്ന സുദിനത്തിൽ അനേക വിശുദ്ധന്മാരെ അടക്കിയതായ
ഈ സെമിട്രിയിൽ നിന്ന് ആ വിശുദ്ധന്മാരോട് ചേർന്ന് എന്റെ വാത്സല്യ പൈതൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ തളരാതെ കർത്താവിന്റെ മകനീയമായ ശുശ്രൂഷയിൽ ഇതിലേറെ ശക്തിയോടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ആക്കുവാനും പറയുവാൻ കർത്താവിന്റെ ബലം എനിക്ക് തരുമെന്നുള്ള പ്രത്യാശയോടെ മോളെ ഞാൻ നിനക്കന്ത് യാത്ര ചൊല്ലുന്നു സ്വർഗ്ഗത്തിലേക്ക്. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന്റെ സന്നിധി നമ്മെ ഉറപ്പിക്കട്ടെ. ദൈവവചനത്തിൽ നമുക്ക് ധൈര്യപ്പെടാം. നമ്മുടെ വാത്സല്യ സഹോദരിയെ നിത്യതയിൽ കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ നാം പ്രാപിച്ചിട്ടുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ ദൈവവചനം കൊണ്ട് പിന്നെ ബലപ്പെടുത്തട്ടെ. ഈ സമയത്ത് ചുരുക്കം വാചകങ്ങളിൽ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കേണ്ടതിനായി CM മത്തായി ദൈവത്തിന്റെ ദിവസം നാമായിട്ട് പ്രമാണാകട്ടെ. ഈ ഒരവസ്ഥയിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യത്തിൽ എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. എൻ്റെ സഹോദരനോടുള്ള പ്രത്യാശയും ഉറപ്പും പകരാതെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപ, അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി സർവശക്തനായ ദൈവത്തിന് സകല നന്ദിയും കരയറ്റുന്നു. പ്രിയ വേദന 25 വർഷം 10 മാസം ഈ ലോകത്തിൽ കൊടുത്തു. Eventful but blessed life. Royal in both ways, spiritually as well as physically. ഞങ്ങൾ എപ്പോഴും അവളെ കുറിച്ച് പറയും, ഷീസ് ലൈക്ക് എ ഡോൾ. ഒരു പാവക്കുട്ടി, എന്ത് ചോദിച്ചാലും ചിരിക്കും, എന്നാ പറഞ്ഞാലും അച്ഛ. ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെ ആന്റി നമ്മൾ വിളിക്കാറ്, എല്ലാവരും വിളിക്കും മമ്മി എന്നാണ്. അവളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് she just came like a colorful butterfly. She left her fragrance forever. Unfading memories. She created everything. അത് ഞങ്ങൾ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇത്ര മനോഹരമായ ഒരു ജീവിതം അവർക്ക് കൊടുത്തതിന്, അനേക ജീവിതങ്ങളെ പുഞ്ചിരിപ്പിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കുവാൻ, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാളായി അലിഞ്ഞു ചേരുവാൻ ദൈവം അവളെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചു കൊടുത്ത് ദൈവത്തെ നന്ദി പറയുന്നു. ഇതിലേക്ക് അതേസമയം തന്നെ പ്രത്യേകിച്ച് അവൾ മരണപ്പെട്ടത് ഫിൻലാൻഡിൽ വെച്ചാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ എൻ്റെ സഹോദരൻ ഒറ്റയ്ക്കായിരുന്നു. ഈ സമയം പ്രത്യേക അവിടെയുള്ള എംബസി സ്റ്റാഫിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നോർമലി വിദേശത്തൊരാള് മരണപ്പെട്ടാൽ അവരുടെ ശരീരം ഇവിടെ എത്തുമ്പോൾ വളരെ താമസങ്ങളുണ്ട്. എന്നാൽ ആ എംബസിയിലായിരിക്കുന്ന അവിടുത്തെ എല്ലാ ഓഫീസേഴ്സ്, അംബാസിഡേഴ്സ് എല്ലാവരും അതിനെ വളരെ സഹായിക്കുന്നതിന് വേണ്ടുന്ന പേപ്പറുകളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കി അതിവിടേക്ക് എത്തിക്കുവാൻ സഹായിച്ചു. അതുപോലെ തന്നെ അവർക്ക് അവിടെ ആയിരുന്ന സമയത്ത് ഇമോഷണലി ഫിസിക്കലി എല്ലാ സപ്പോർട്ട് കൊടുത്ത് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് അവിടെയുള്ള എല്ലാ എംബസി സ്റ്റാഫിനും ഞങ്ങളുടെ കുടുംബത്തിന്റെ വകയായ പ്രത്യേക നന്ദി ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അവൻ അവിടെ ഏകയായിരുന്നപ്പോൾ 3 പേർ കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളുടെ മലയാളികളായിട്ടുണ്ടായിരുന്നവരെ 2 ജീവിതങ്ങളുണ്ട്. ഒരു പ്രത്യേക മോനെ ഈ സമയത്ത് നിങ്ങൾ ഓർക്കുന്നു, ഒരു മിരാനുള്ള ഒരു അങ്കിളുടെ മോൻ ഫിനി എന്നാണ്. അവൻ 3 ദിവസം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവർ തുടങ്ങിയ ആരാധനയിൽ അവരോട് കൂടി ആരാധിച്ചിരുന്ന ഒരേ ഒരു മോനാണ്. ഞങ്ങൾ ആ മോനെ വിളിച്ചു, പറഞ്ഞു, അച്ഛാ ഇതൊക്കെയല്ലേ കർത്താവ് ഞങ്ങളെ ഇവിടേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ആ കർത്ത സ്നേഹത്തിൽ അത് ചെയ്യുമ്പോൾ അതിനാണ് ദൈവം ഒരുപക്ഷെ എന്നെ ഇവിടെ അയച്ചതായിരിക്കാമെന്ന് പറഞ്ഞു. ആ മോനെ ദൈവം ഓർക്കുന്നവരോട് കുടുംബത്തോടുള്ള നന്ദി. പിന്നെ അവിടെ ചെന്ന് ഞങ്ങളുടെ ബീജാണ്, എൻ്റെ പ്രമാണിപ്പങ്ങളാണ്. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് ശ്രേഷ്ഠദാസന്മാർ, അതുപോലെ കൗൺസിലിൽ വയ്ക്കുന്ന എല്ലാ ദൈവദാസന്മാർ, വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിൽ മുമ്പിലുള്ള ചർച്ച് ഓഫ് ഗോഡ് എല്ലാ ചർച്ചുകളും, പാസ്റ്റേഴ്സ്, വിശ്വാസികൾ, അതുപോലെ വിവിധ ഡിനോമിനേഷനിൽ കടന്നുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കൂടെ പഠിച്ച, അവരുടെ കൂടെ ശുശ്രൂഷിച്ച
അവൻ ശുശ്രൂഷ സഭയിലെ ദേവദാസന്മാർ, അവിടുത്തെ വിശ്വാസികൾ, ഡൽഹിയിൽ നിന്ന് കടന്നു വന്നവർ, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്ന എല്ലാവരും അവർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ, പ്രത്യാശയുടെ ആശ്വാസത്തിന്റെ വാക്കിൽ പങ്കിടുവാൻ നിങ്ങൾ കാഴ്ച സന്മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോടുള്ള അഗാധമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മിരാറോഡിലെ വർത്തമാന ചർച്ചിലെ എല്ലാ വിശ്വാസികളോടും അവിടുത്തെ സഭയുടെ ശുശ്രൂഷകളോടും അവിടുത്തെ അധികാരികളോടും രാവിലെ ഞങ്ങൾ തുടങ്ങിയ മോർണിംഗ് സർവീസിലുള്ള പെർമിഷൻ അവർ തന്നു. അതിനെ സാഹചര്യങ്ങൾക്ക് അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, അവരോടുള്ള അഗാധമായ നന്ദി ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഞങ്ങളെ ഈ ശുശ്രൂഷ ഇത്രയും സുഗമമാക്കാൻ വേണ്ടി പേരുകൾ എടുത്ത് പറയുവാൻ ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിൽ സഹായിച്ച ദൈവസ്നേഹത്തിൽ ഞങ്ങളോടുള്ള സ്നേഹം കാണിച്ച് അതിൽ സഹായിച്ച് ഞങ്ങൾക്ക് കൈത്താങ്ങൽ തന്ന എല്ലാ ദൈവമക്കളെയും അത് ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്തു വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് ഞങ്ങളെ സഹായിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും നിങ്ങളൊരു പ്രാർത്ഥന വീക്ഷിക്കുന്നു. എന്റെ സഹോദരൻ ദേവാലയയിലായിരിക്കുന്നു. അവനെ ശക്തിമത്തായ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. മാതാവ് സഹോദരിക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഒരു കുടുംബമായി ഞങ്ങളുടെ ഈ നഷ്ടത്തിൽ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നികത്തുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ പ്രത്യാശയാണ് നിങ്ങളെ നിറച്ച് ഓരോ ദിവസവും മുന്നോട്ട് നടത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കണം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമൊക്കെ മീഡിയയിൽ പറഞ്ഞ മീഡിയ സുഹൃത്തുക്കൾ, ഗാനങ്ങൾ ആലപിക്കുന്ന ഫയർ, അതുപോലെ തന്നെ ഞങ്ങൾ അണ്ടർടേക്കേഴ്സ്, ഹോസ്പിറ്റൽ അധികാരികൾ, ഒരുപാട് പേരുണ്ട്. If you name them, the list is endless. But I cannot take everyone's name here. എല്ലാവരും മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ എതിരെയും സഹായിക്കുകയും സഹകരിക്കുകയും ആശ്വാസത്തിന്റെ വാക്കുകൾ പകർന്നു തരികയും അതിലുപരിയായ സർവോപരിയായി ഞങ്ങളുടെ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും കടന്നു വന്ന് ഞങ്ങൾ സഹകരിച്ച് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൈത്താങ്ങലായിരിക്കുന്നത്. നിങ്ങളെല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ദിവസം തിരിക്കുന്നു. ഇത്രത്തോളം ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവവചനത്തിൽ കൂടെയും വാക്കുകളിൽ കൂടെയുമുള്ള ആശ്വാസം പ്രാപിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മിൽ കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവറുകൾ, നമ്മുടെ റീജിയണൽ ഓവർസിയർ, അദ്ദേഹമാകുന്നവല്ലോ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഗ്രേവിയാർഡിലേക്ക് പോകുന്നതിന് മുൻപ് you will take few minutes. May the name of our Lord be glorified this afternoon as I stand here on behalf of the churches of Church of God Full Gospel in India, Central West Region, the office staff, the regional council, the 15 districts and the district pastor, and on behalf of my family, I would like to propose a vote of condolence, not because it's something that is coming out just like that from my mouth, it is from my heart. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ പരിശോധനമാകണം. പ്രത്യേകാല ഈ കുടുംബത്തെ ഷെറിനെ 2.25 വർഷം കൊണ്ടേ പരിചയമുള്ളൂ. എന്നാൽ തമ്പിയും ഫാമിലിയും ഷാനിനെയും ഷീലിനെയും മറ്റ് കുടുംബാംഗങ്ങളെല്ലാവരെയും 10-18 വർഷങ്ങളായി പരിചയവും സ്നേഹബന്ധവും 91 മുതൽ 96 വരെ അവരുടെ ഇടയനായി 5 വർഷങ്ങൾ പാസ്റ്ററായിരിക്കുകയും വളരെ ആഴമായി അവർ ജീവനങ്ങളെ അറിഞ്ഞതിന് നിമിത്തം ഞങ്ങളുടെ ഹൃദയം ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ നമ്പർ ലഭിച്ചു. ഷീൻ അല്ലെങ്കിൽ പാസ്റ്റർ ചിന്നോയെ ഫോൺ ചെയ്ത് വിളിച്ചു. ഫോണിൽ കൂടെ അദ്ദേഹത്തിൻ്റെ നിലവിളിയും അദ്ദേഹത്തിൻ്റെ മദറില്ല ലാലു അമ്മാമൻ നിലവിളിയൊക്കെ കേട്ട് വളരെ വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. ഞങ്ങൾ ഓഫീസിൽ ഇരുന്നോട് റീജിയണൽ ഓഫീസിലുള്ള ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ശരീരത്തിന് പൂർണ്ണമായ സൗഖ്യവും വിടുതലും ഉണ്ടാകാൻ. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയല്ലായിരുന്നു. ഇന്ന് ഈ ഉച്ച സമയത്ത് ദൈവത്തിന് 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഗ്രേവിയാർഡിലുള്ള കമ്മിറ്റൽ സർവീസ് അധികം സമയമെടുക്കത്തില്ല, വളരെ പെട്ടെന്ന് ആ ശുശ്രൂഷ നടത്തും. എന്നാൽ 2-3 വാക്യങ്ങൾ ഈ സമയത്ത് ചെറുനുള്ള ബന്ധത്തിൽ അനുയോജ്യമായിരിക്കും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇവാഞ്ചലിസം ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കാറുമായി കൊണ്ട് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഓൾമോസ്റ്റ് ഫുൾ ഡേ
ആ ഭവനത്തിൽ വിശ്രമിക്കുകയും ഭക്ഷിക്കുകയും ആ കുടുംബത്തോട് ആഴമായി ബന്ധപ്പെടാൻ പ്രിയപ്പെട്ടവരോട് സ്നേഹമായി ഇരിപ്പാൻ കർത്താവ് സഹായിച്ചു എന്ന് ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ എപ്പോഴും പറയുമായിരുന്നു, ഒരു ഡോളിനെ പോലെ ആയിരിക്കുന്നു ഈ ശരൺ. എന്നാൽ ആ സ്നേഹമുള്ളതായ സഹോദരിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി ഇങ്ങനെയായിരുന്നു ഞാൻ വിചാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു. Verily, verily, I say unto you, except a corn of wheat fall into the ground and die, it abideth alone. But if it die, it bringeth forth much fruit. He that loveth his life shall lose it, and he that hateth his life in this world shall keep it unto life eternal. If any man serve me, let him follow me, and where I am, there shall also my servant be. If any man serve me, him will my Father honor. ഈ വാക്യങ്ങൾ അനുയോജ്യമായിരിക്കുന്നു. പ്രത്യേക ശരണിനെ സംബന്ധിച്ച് 25 വർഷങ്ങളും 10 മാസങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചുവെങ്കിലും സ്തോത്രം, കർത്താവ് പറഞ്ഞതുപോലെ ഒരു ഗോതമ്പടി പോലെ നിലത്ത് വീണ് ശക്തരായ ഒരു അനുഭവമായിരിക്കുന്നു. ആ അനുഭവത്തിൽ കൂടെ ഇന്ന് നാം റെസ്പോൺസ് നാം അറിയുന്നില്ല, അതിന്റെ ഫലം നാം അറിയുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് എനിക്ക് നന്നായി അറിയാം, അനേകർക്ക് ആ സഹോദരി ആശ്വാസം പകരുകയും അനേകരുടെ ദീർഘവീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയും ആത്മീയമായി കർത്താവിന് വരും വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു കാരണമായി തീരുന്നതായ ഒരു ഗോതമ്പ് മണിയായിരുന്നു ഈ പ്രിയ സഹോദരി. അത്രയും മാത്രമല്ല, അടുത്ത വാക്യത്തിൽ പറയുന്ന പോലെ സ്വന്തം ജീവനെ സ്നേഹിക്കാതെ ദൈവവേലയെ സ്നേഹിച്ചു, കർത്താവിനെ സ്നേഹിച്ചു, ദൈവദാസനോടൊപ്പം കർത്താവിന്റെ വേല ചെയ്തു. അതിനിമിത്തം നിത്യമായ മൗനത്തിലേക്ക് കർത്താവ് വിളിച്ചു. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, if any man serve me, let him follow me. കർത്താവിനെ ഫോളോ ചെയ്യും. അത് മാത്രമല്ല, കർത്താവിന്റെ ദാസിയായി കർത്താവിന്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അത്രയും മാത്രമല്ല, പിതാവ് അങ്ങനെയുള്ളവരെ ആദരിക്കുന്ന ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന് പൽക്കാലം പിതാവ് ആ പ്രിയ കുഞ്ഞിനെ ആദരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കണം. ദൈവസ്തുതിയിൽ നമുക്ക് സ്വർഗീയമായ ദർശനങ്ങളൊന്നും ഇപ്പൊ കാണാൻ ഒക്കുന്നില്ലെങ്കിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവസ്തുതിയിൽ ആ സഹോദരി നന്നായി വിശ്രമിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. നാം തൽക്കാലമായ ഒരു ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്കറിയാം, 2 കുടുംബങ്ങളും ആ ഭവനത്തോട് ബന്ധപ്പെട്ട നാം എല്ലാവരും വളരെ ആ വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് വളരെ വിഷമത്തിൽ കൂടി കടന്നു പോയെങ്കിലും അല്പകാലം കഴിയുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ മുറിവുകളെ കെട്ടും. കർത്താവ് നമുക്ക് ധൈര്യം നൽകും. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കും. അതിനായിട്ട് ഈ പകൽക്കാലം ജീവിച്ചിരിക്കുന്ന നാം ഒരുങ്ങാം. ദൈവമായിരിക്കുന്ന കർത്താവ് അതിനായി സഹായിക്കട്ടെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയ്ക്ക് അധികം സമയമെടുക്കത്തില്ലെന്ന് ഞാൻ ഓർപ്പിച്ചെങ്കിലും അവിടെ ദൈവകൃപയോടുകൂടെ ഒരു നല്ല യാത്രയെ നൽകുവാനായി ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യൻ എംബസിയില് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയില് ഈ ശരൺ വർക്ക് ചെയ്തു. സ്വന്തം ഇന്ത്യൻ എയർഫോഴ്സിലോ ഇന്ത്യൻ ആർമിയിലോ ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാന്യമായ ഒരു ഫെയർവെൽ അവർ കൊടുക്കാറുണ്ട്. ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ഭൃത്യന്മാർ ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ ഒരു മനോഹരമായ ഫെയർവെൽ അവിടെ ആത്മാവ് ദൈവസന്നിധിയിൽ വിശ്രമിക്കാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് കടന്നുപോയെങ്കിലും ആ ശരീരത്തിന് ഏറ്റവും മാന്യമായ നിലയിൽ സല്യൂട്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആ ദൈവകൃപയിൽ ആശ്രയിച്ച് ആ ശുശ്രൂഷകൾ നടത്തുവാൻ നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. തുടർന്നുള്ള കാര്യങ്ങൾ റീജിയണൽ സെക്രട്ടറി പാസ്റ്റർ മാത്യു സാമുവൽ ഓർപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയാശറിന്റെ ഭൗതിക ശരീരത്തിന് ഈ ലോകപ്രകാരം അവസാനമായി അത് ആദരിച്ച് ചില പൂക്കളുടെ ബൊക്കെ അവിടെ വെക്കുവാനായിട്ട് ചില പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നു. അതിനുള്ളതായിരിക്കുന്ന അവസരമാണ് ഈ പ്രിയ വാത്സല്യ സഹോദരിക്ക് അന്ത്യ യാത്ര വഴി ലോകപ്രകാരം ചൊല്ലുവാനുള്ളതായിരിക്കുന്ന അവസരമാകുന്നു. യെസ്, നൗ ദ ബൊക്കെ. യെസ്. Yeah.
കർത്താവിന്റെ ശുശ്രൂഷയിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരുടെ സഹതവും മറ്റുള്ള വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നേരത്തേക്ക് നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് സഹകരിക്കണമേ. യെസ്, ഇത് ഞങ്ങളുടെ അവകാശമാകുന്നു. ഞങ്ങൾ ഈ ശരീരത്തോട് ചെയ്യുന്ന ഒരു ആദരവാകുന്നു. അതുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് സഹകരിക്കുക. കർത്താവിന്റെ ദാസ്യന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവിടെ പുറകിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ ദയവായി നിങ്ങൾ ഇങ്ങോട്ട് വിട്ടാലേ. ശ്രേഷ്ഠമേറിയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ അങ്ങയെ പിൻപറ്റുവാൻ, അങ്ങയുടെ മഹനീയ ശുശ്രൂഷയിലായിരിക്കാൻ, സ്വർഗത്തിലെ മേഘം സ്ഥിരമാക്കപ്പെട്ട അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളുടെ വാത്സല്യ സഹോദരി ഷെറിനെ കർത്താവ് വിളിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ചുരുങ്ങിയ നാളുകളെങ്കിലും കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ ഞങ്ങളുടെ സഹ ശുശ്രൂഷകനായ ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ ഷിനോയോട് ചേർന്ന് കർത്തൃ ശുശ്രൂഷയിലായിരിക്കാൻ എന്റെ മകളുടെ ജീവിതത്തിൽ അങ്ങ് ഭാഗ്യം ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ അറിയുന്നു, ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ ദാസിയുടെ ആത്മാവ് അങ്ങയുടെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഈ ഭൗതിക ശരീരത്തിന്റെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങമേ ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവളായിരുന്ന, അവൾ നയിച്ചതായിരിക്കുന്ന അവളുടെ വിശ്വാസ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയോട്, വിശുദ്ധിയോടെ കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ എന്റെ ദാസിയുടെ ജീവിതത്തിൽ കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം. ഈ തരുണത്തിൽ അങ്ങയുടെ പൃഥ്വിനെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച്, എന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ, എന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് കർത്താവെ എന്റെ മകനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഉയരത്തിലെ ശക്തിയാൽ അഭിഷേകം ചെയ്ത്, ദൈവവചനത്തിന്റെ നിസ്തുല്യമായ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്ത്, ക്രിസ്തുവിന്റെ ദിവ്യമായ സമാധാനം കൊണ്ട് ഉറപ്പിച്ച് ഹൃദയത്തിൽ നിറച്ച് കർത്തൃവേലി വരുന്ന ദിവസങ്ങൾ പ്രയോജനപ്പെടുവാൻ എന്റെ മകനെ നീ ഒരുക്കണമേ. കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു, കർത്താവിന്റെ കരത്തിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചുവല്ലോ. മഹത്വം തിരുനാമത്തിന്, ക്രിസ്തുയേശുവിൻ അൻപുള്ള നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് അതാത് സ്ഥാനങ്ങളിലേക്ക് മാറാവുന്നതാണ്. ഈ ശരീരവിനെയും കാണുവാൻ ഉള്ളതായിരിക്കുന്ന അവസരമാകുന്നു. അതിനായി ഉള്ള സമയവും ഉണ്ട്, അതിനുള്ള സൗകര്യം നാം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്.
നമുക്ക് വളരെ സന്തോഷകരമായിരുന്നു. ഇത്രയും നാളുകൾ നമ്മളോടുകൂടി ഉണ്ടായിരുന്നതിനെ കർത്താവ് കഴിഞ്ഞ ദിവസം വിളിച്ചു തന്റെ സന്നിധിയിലേക്ക് ചേർത്തു. എന്നാൽ മൃതദേഹത്തെ മറവ് ചെയ്യുമ്പോൾ മാന്യമായി ആ ശുശ്രൂഷ നാം ചെയ്യുന്നുവെങ്കിലും വളരെ വേദനകരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാകണം. ഇതുവരെയും ശരീരത്തിൽ നാം ശരീരത്തെ കണ്ടുകൊണ്ടിരുന്നു, ആത്മാവ് എടുക്കപ്പെട്ടുവെങ്കിലും ശരീരത്തെ നാം കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തെ കാണത്തില്ല. അന്യ ജാതികളായിരുന്നെങ്കിൽ, അവിശ്വാസികളായിരുന്നെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും സഹിക്കാനാവാത്തതായ വേദനയായിരുന്നെങ്കിൽ, പ്രത്യാശയില്ലാത്തവരായിരുന്നെങ്കിൽ അവർ തകർന്നു പോയേനെ. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെല്ലാവരും പ്രത്യാശയുള്ളവരാകുന്നു. പ്രത്യേക കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, Jesus said unto her, Thank you.